വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ കണക്കിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആകത്തുക ഈ നാട്ടില് അക്രമങ്ങൾക്ക് വിധേയമാകുന്ന വ്യക്തികൾ, അതായത് ഇരകളായിട്ടുള്ള ആളുകൾ കുട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടിയും ഒക്കെ പെരുമാറേണ്ട കുട്ടികളെ അക്രമത്തിന് വിധേയമാക്കി അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്ന മുമ്പ് തന്നെ അവരെ അവരുടെ മാനസികമായി തളർത്തി അവരെ ഒന്നുമില്ലാതെ ആക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കളെ പിടിമുറുക്കിയുള്ള ഏറ്റവും വലിയൊരു മാരകമായി വിപത്താണ്. ലഹരി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇപ്പോ നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മാത്രമല്ല, മദ്യമയക്കുമരുന്നിൽ നിന്ന് കിട്ടുന്ന ലഹരി അതൊരു ടൈപ്പ് ഓഫ് ലഹരിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്, അത് മറ്റൊരു ലഹരിയാണ്. ഇത്തരത്തിലുള്ള നിരവധി ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ ആ സുബോധം നഷ്ടപ്പെട്ടുകൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത് അവിടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കുട്ടികളിൽ കാണുന്ന മറ്റൊരു വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തുറന്നാൻ പോകുകയുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ജേർണിയാണ്. അതിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, പല കാര്യങ്ങളുണ്ടാകാം. ഒരു കുട്ടി മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. വീട്ടുകാരും ടീച്ചർമാരും ഒക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഫോൺ 24 മണിക്കൂർ ഫോണിലാണ്. അങ്ങനെ ഒരു ദിവസം അമ്മ സഹിക്കാൻ വയ്യാതെ ഈ ഫോണ് നിലത്ത് കുടിച്ചു. നിലത്തെ കുടിച്ചപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു? അതിൽ മണ്ണത്ത് നാട് വിട്ടു. പെൺകുട്ടിയാണ്. നാട് വിട്ട് ഈ കുട്ടി പോയത് ഗോവയ്ക്കാണ്. ഗോവയിൽ പോയി അവിടെ ഒരു ഹോട്ടലിലെത്തി. അവിടെ ഈ കുട്ടി പ്രിയമായ ഒരു ലോഡ്ജിൽ വെച്ചു. അങ്ങനെ ആ ലോഡ്ജിൽ നിന്ന് ആ കുട്ടി ഈ പ്രതിയുടെ ഫോണിലൂടെ ഈ കുട്ടിയെ വീണ്ടും അമ്മയായിരിക്കുന്ന സാഹചര്യം. അതിനുശേഷം അപ്പം തന്നെ പോലീസുകാർ ബന്ധപ്പെട്ട് ആ കുട്ടിയെ 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്ത് തിരിച്ചു വരാൻ സാധിച്ചു.